ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ സൈസിലുള്ള ഇതുപോലത്തെ കത്തിരിക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിതുപോലെ താഴ്ന്ന് ഇതുപോലെ 4 വശത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നല്ലോണം ഉള്ളിലോട്ട് മസാല പിടിക്കാനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്ത ഭാഗത്തിലേക്ക് മസാലയൊക്കെ എത്രത്തോളം തേച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തേച്ച് പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം കട്ട് ചെയ്ത്. അതിനുശേഷം ഒരു പാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സവോള ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സവോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ തക്കാളിയും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവോളയും തക്കാളിയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി സെയിം ഇതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നേരത്തെ മസാല തടകി വെച്ചേക്കുന്ന കത്തിരിക്ക ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഒന്ന് അരച്ച് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. നല്ലോണം ഒന്ന് പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് കത്തിരിക്കയൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കത്തിരിക്കയെല്ലാം ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറി ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നേരത്തെ കത്തിരിക്ക ഫ്രൈ ചെയ്ത് അതേ ഓയിലാണ് ഞാൻ അരിപ്പ വെച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പൊടിയൊന്നും വരാതിരിക്കാനായിട്ട്. ഓയിലൊന്ന് ചൂടാൻ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിച്ച് ഒരു പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ആദ്യം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഞാനിവിടെ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി കൂടി ഉണ്ടെങ്കിൽ അതും കൂടി 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കളർ കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ അരപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് പുളി എടുത്താൽ മതിയാകും. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ആ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസാക്കേണ്ട, എങ്കിലും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക കൂടി ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് വെച്ചതിന് ശേഷം ഇനി ഒന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തോളാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കും തോറും കുറച്ചുകൂടി കുറുകി വരും ഈ കറി. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.